ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്നിപ്പോൾ ഏകദേശം ഒരു 4 മണി 4:30 ആയിട്ടുണ്ട്. ഞാൻ ഡാനിയുടെയും കൊണ്ടുവന്ന് പുറത്ത് പോവാണ്. വേറെ എവിടേക്കല്ല, നമ്മുടെ അടുത്തൊരു പാർക്ക് ഉണ്ട്. സോ അവിടെ പോവാണ്. നമ്മൾ മുന്നേ നിന്നിരുന്നിടത്തും പാർക്ക് ഉണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ. അതുപോലെ തന്നെ ഇവിടെയും പാർക്ക് ഉണ്ട്. ഇവിടെ ഏകദേശം എല്ലായിടത്തും ഇങ്ങനെ പാർക്കുകൾ ഉണ്ടാവും തോന്നുന്നു. എന്താ ഡാനി, പോവാ നമുക്ക് പാർക്കിൽ പോവാ. എഡ്വിൻ വീട്ടിലുണ്ട് കേട്ടോ. എഡ്വിന് വർക്ക് ഫ്രം ഹോം ആണ്. എഡ്വിന് ഞാനിപ്പോൾ ഈ ഇറങ്ങുന്ന സമയമായപ്പോൾ ഒരു മീറ്റിംഗ് വന്നു. അതുകൊണ്ടാണ് ഞാൻ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങിയത്. പിന്നെ ഇന്നിപ്പോൾ അതേ പാർക്കിൽ പോയിട്ട് എന്തായാലും വേഗം വരണം. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് വരും ഇന്ന് വീട്ടിലേക്ക്. അവനെന്തോ ഇവിടെ ഒരു വർക്കിൻ്റെ ആവശ്യമായിട്ട് വന്നതാണ്. സോ അവൻ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇന്ന് ചിലപ്പോൾ ഏകദേശം കറക്റ്റ് വലിയ ലേറ്റ് ആവേണ്ടവൻ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലോബൽ വില്ലേജ് പോകുന്നു. നമ്മൾ 3 പേര് കൂടി പോയാലോ ഒന്ന് പ്ലാൻ. പിന്നെ പാർക്കിൽ പോലും മാത്രമല്ല എൻ്റെ ഉദ്ദേശം. എനിക്കിവിടെ കുറച്ച് റൂമൊക്കെ നോക്കാനുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഞാൻ അതിന് കളയും. അത് കഴിഞ്ഞിട്ട് ഞാൻ പാർക്കിലേക്ക് എന്തായാലും വരവുണ്ടാവുള്ളൂ. നമ്മളെന്തായാലും 1 മാസമല്ലേ ഇവിടെ ഉള്ളൂ. സോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൂമൊക്കെ ഒന്ന് നോക്കി സെറ്റാക്കണം. സോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അനു ആൻഡ് എഡ്വിൻ. അങ്ങനെ നമ്മളിത് ഇവിടുത്തെ പാർക്കിലെത്തി. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് റൂമൊക്കെ നോക്കാനൊക്കെ ആയിട്ട് പോയിരുന്നു കേട്ടോ. കണ്ടോ, ഇവിടെ ചുറ്റും ഇങ്ങനെ ഫ്ലാറ്റുകളാണ്. ഇവിടെ ഫുള്ള് ഈ ഫ്ലാറ്റിൻ്റെ ഏരിയ. ഇതെന്താ സ്കൂൾ ഏരിയ ആണ്. സോ ഞാനിവിടേക്ക് ഒന്ന് തപ്പി ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞിതായ ഡാനിയെയും കൊണ്ട് പാർക്കിലോട്ട് വന്നു. അവനോട് കുപ്പിയൊക്കെ വെച്ച് ഭയങ്കര കളിയാണ്. ആ വെച്ച് അത് വെക്ക്, ഇതെടുത്ത് വെക്ക്, എന്ത് വെക്ക്. സൂപ്പർ സൂപ്പർ. ഇതൊരു സ്കൂൾ ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പിള്ളേരുണ്ട് ഈ പാർക്കിൽ. പാർക്ക് അത്യാവശ്യം വലുതുമാണ്. ഫുട്ബോൾ കോർട്ട് ഉണ്ട്. നല്ല പാർക്കാണ് കേട്ടോ. നല്ല നല്ല ആംബിയൻസാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലൊരു ഫൗണ്ടൈൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഡാനിക്ക് ഈ ഫൗണ്ടൈനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ അത് കാണണം എന്ന് പറഞ്ഞിട്ടാണ്, അവനത് കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ അവിടെ വന്നിരിക്കണേ. പക്ഷേ ഇപ്പം അവൻ്റെ ഫോക്കസ് ഫുള്ളാ 3 കുപ്പികളിലാണ്. ഡാനിക്ക് പോയി അവൻ്റെ ടോയ്സ് ഒന്നും ഇപ്പോൾ ഇഷ്ടമല്ല. ഇതുപോലത്തെ കുപ്പികൾ, അതുപോലെ കിച്ചണിലെ നമ്മൾ യൂസ് ചെയ്യണ ടൂൾസ്, ഇതൊക്കെയാണ് ഇപ്പോൾ അവൻ്റെ ടോയ്സ്. ഇന്ന് എനിക്ക് എന്തായാലും കുറച്ച് നേരത്തെ തിരിച്ച് പോകണമല്ലോ. അത് പ്രമാണിച്ച് ഡാനി ഇന്ന് ഒടുക്കത്തെ കളിയാണ്. അവനെ ഇന്നെങ്ങാനും തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി എടുക്കുമ്പോൾ അവൻ കരച്ചില്ല. ഈ കാണുന്ന ഈ സംഭവമല്ലേ, ഇതിൻ്റെ മേലെ കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതാണിപ്പോൾ അവൻ്റെ സ്ലൈഡ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒറിജിനൽ സ്ലൈഡൊക്കെ ഉണ്ട്. പക്ഷേ അവനിപ്പോൾ ഇതുമ്മ കളിക്കാനാണ് താല്പര്യം. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർഫസ് ഗ്രിപ്പ് കിട്ടുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് സർഫസാണ്. ഈ സ്റ്റോണിൻ്റെ ഒക്കെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് ഒട്ടിച്ച് വെച്ചേക്കുക. അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. പാറയൊന്നല്ല. സോ കുട്ടികൾക്ക് നമ്മൾ കയറാനൊക്കെ ഗ്രിപ്പ് കിട്ടും. അങ്ങനെ ഞങ്ങൾ ഇതേ പാർക്കിൽ നിന്ന് വന്നു. പാർക്കിൽ നിന്ന് വന്നപ്പോൾ ഡാനി അത്യാവശ്യം കളിച്ചിട്ടുണ്ടായി. അതുകൊണ്ട് അവന് നല്ല ക്ഷീണം. അതുകൊണ്ട് അവൻ എന്താ ഉറങ്ങി. ഇനിയിപ്പോൾ അതേ സോറി അവൻ എണീക്കണു. ഇനി നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അമിത് എന്നാണ് അവൻ്റെ പേര്. സോ അപ്പോൾ അവൻ ഇവിടെ വർക്കിൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സോ അവൻ ഇങ്ങോട്ട് വരും. എന്നിട്ട് ഞാനും എഡ്വിനും അവനും ഡാനിയും കൂടെ ഗ്ലോബൽ വില്ലേജിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വില്ലേജ് ഒരു 11:30 മണി വരെ ഓപ്പൺ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. സോ നമ്മൾ അങ്ങോട്ട് പോകാന്നാണ്. അങ്ങനെ അമിത് ഇത് പറഞ്ഞ ടൈമിന് ഏകദേശം എത്തി. ഞങ്ങളുടെ സംസാരത്തിൻ്റെ സൗണ്ട് കാരണമാണ് തോന്നുന്നു ഡാനി എണീറ്റപ്പോൾ ഞാൻ അവൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എന്തോ ഭയത്തിന് ഇന്ന് എഡ്വിൻ്റെ വർക്കും കഴിഞ്ഞു. സോ നമ്മളിനിപ്പോൾ
ഗ്ലോബൽ വില്ലേജിലേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 30 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ ഗ്ലോബൽ വില്ലേജിലേക്ക്. സോ ഇനിയിപ്പോൾ വലിയ ട്രാഫിക്കൊന്നും ഉണ്ടാവില്ല. ഷാർജയിൽ നിന്ന് ദുബായിക്ക് പോണ വഴിയല്ലേ. സോ ആ ടൈമിൽ തന്നെ ഏകദേശം അങ്ങനെ നമ്മളിത് ഗ്ലോബൽ വില്ലേജ് എത്തിയിട്ടോ. ഇതാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസ്. നല്ല രസമുണ്ടല്ലേ കാണാൻ, നല്ല കളേഴ്സൊക്കെ. ഇതിൽ ഇപ്പോൾ ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാർക്കിംഗ് തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ എൻട്രൻസിൻ്റെ ആ ഭാഗത്തൊക്കെ കണ്ടത് പെയ്ഡ് പാർക്കിംഗ് ആയിരുന്നു. ശരിക്കും ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ബാക്കിൽ. അങ്ങനെയാണ് അവൻ പറഞ്ഞത്. ഇതിന് മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാനും എഡ്വിനും ആദ്യമായിട്ടാണ് വരുന്നത്. സോ നമ്മൾ പാർക്കിംഗ് തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അത് കണ്ടുപിടിച്ചു. അങ്ങനെ കാറൊക്കെ അതേ പാർക്ക് ചെയ്തു. ഞാൻ എടുക്കണ ഞങ്ങൾ രണ്ടാളും കോളേജിൽ ഒരുമിച്ചാണ് പഠിച്ചത്. സോ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടാളും ഫ്രണ്ട്സായി. എനിക്ക് കോളേജിൽ വെച്ച് കിട്ടിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാം. കോളേജിൽ വെച്ച് കിട്ടിയ നല്ലൊരു ഫ്രണ്ടാണ് ഇവൻ. എൻ്റെ അമ്മയ്ക്കൊക്കെ വലിയ കാര്യമാണ് കേട്ടോ അവനെ. ഈ കണക്ഷൻസ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കഴിവാണ് അവനെ. ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവന് ഇത് എങ്ങനെ സാധിക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിലൊന്നും ഞങ്ങൾ കണ്ടാൽ മൈൻഡ് പോലും ചെയ്യാറില്ല. ഞങ്ങൾ സംസാരിച്ചിട്ട് പോലുമില്ല. പിന്നെ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ സെയിം ലാബ് മേറ്റ്സ് ഒക്കെ ആയി. അങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട്സ് ആയത്. എൻ്റെ അപ്പ് ആൻഡ് ഡൗൺസിലൊക്കെ കൂടെ നിന്നിട്ടുള്ളവരിൽ ഒരാളാണ് ഇവൻ. അങ്ങനെ നമ്മളിതേ കാറൊക്കെ പാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഇനി കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ എൻട്രി ഗേറ്റിലേക്ക്. നമ്മൾ ഫസ്റ്റ് എത്തിയ എൻട്രി ഗേറ്റിൻ്റെ അവിടെ ടിക്കറ്റ് കൊടുക്കണുണ്ടായിരുന്നില്ല. അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം നമ്മൾ കുറച്ചും കൂടെ നടക്കേണ്ടി വന്നു. ഇതേ ഇപ്പം നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ കുറേ റിക്ഷാസൊക്കെ കാണാം കേട്ടോ. ഇതിങ്ങനെ നടക്കുന്നവരെ കൊണ്ടുപോകാനുള്ളതായിരിക്കും. നമ്മളോടും ചോദിച്ചായിരുന്നു അവർ. സോ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ എത്തി. ഇത് നമ്മൾ കാറ് പാർക്ക് ചെയ്തോടത്തുനിന്ന് രണ്ടാമത്തെ ഗേറ്റ് ആയിരുന്നു കേട്ടോ. സോ കുറച്ച് നടക്കാനുണ്ടായി. നമ്മൾ എൻട്രി ഗേറ്റിൽ നിന്ന് നമുക്ക് കയറാൻ പറ്റിയില്ല. എൻട്രി ഗേറ്റിൻ്റെ അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ, അതായത് മെയിൻ ഗേറ്റ്, ഗ്ലോബൽ വില്ലേജിൻ്റെ മെയിൻ ഗേറ്റ് എത്തണം എന്നുണ്ടെങ്കിൽ ഇനി കുറച്ചും കൂടെ നടക്കാനുണ്ട്. സോ നമ്മൾ വിചാരിക്കുന്നത് ഇറങ്ങുമ്പോൾ മെയിൻ ഗേറ്റിൽ കൂടെ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. സോ അങ്ങനെ നമുക്കിത് ടിക്കറ്റൊക്കെ കിട്ടി. ഒരാൾക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് വീക്ക് ഡേ ആണ്. അപ്പോൾ ഒരാൾക്ക് 25 ദിറംസ് ആണ് ആയത്. 25 ദിറംസ് ആയി. വീക്ക് ഡേയ്സിൽ ഗ്ലോബൽ വില്ലേജ് 12 മണിക്ക് ക്ലോസ് ചെയ്യും. വീക്കെൻഡ്സിലാണെന്നുണ്ടെങ്കിൽ 1 മണി വരെ ഉണ്ടാവും. ഇവിടെ ഏകദേശം ഇതിപ്പോൾ എങ്ങനെയാണ് ഗ്ലോബൽ വില്ലേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കൺട്രി നെയിംസിൽ ഓരോ എൻട്രൻസ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ആ കൺട്രിയുടെ കുറച്ച് കൈൻഡ് ഓഫ് സ്റ്റോളുകൾ ഉണ്ടായിരിക്കും, ഷോപ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. സോ കുറേ കൺട്രീസ് ഉണ്ടായിരിക്കും. ഏകദേശം ഒരു 40 ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. കുറച്ചധികം കൺട്രീസ് ഉണ്ട്. സോ നമുക്ക് ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ എത്തിയിരിക്കുന്നത് 10 മണി ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. സോ 2 മണിക്കൂർ കൊണ്ട് നമുക്കിത് മൊത്തം കണ്ടു തീർക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ഓടേണ്ടി വരും അത് മൊത്തം കണ്ടു തീർക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സമയം കൊണ്ട്. സോ അങ്ങനെ പരന്ന് എടുക്കണം, അത്രയ്ക്ക് ഏരിയ ഉണ്ട് ഇത്. സോ നമ്മൾ കാണാൻ പറ്റുന്നിടത്തോളം കാണും. ഇന്ത്യ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കുറേ കൺട്രീസിന് ഇതുപോലെ ഓരോ സ്റ്റോൾ തന്നെയാണോ പറയാമെന്നറിയില്ല, ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവർ. സോ ആ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ആ കൺട്രീസിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോളുകളായിരിക്കും. ഡ്രസ്സ്, പെർഫ്യൂംസ്, അങ്ങനെ എന്തൊക്കെയാണോ അതൊക്കെ. ലൈക്ക് ടീ ഷോപ്പ്, ഫേമസ് ടീ ഷോപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ, ഫേമസ് ഫുഡ് ആ കൺട്രിയുടെ, അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും അതിൻ്റെ ഉള്ളിലുള്ളത്. സോ നമ്മൾ ഫസ്റ്റ് ആ ഗേറ്റിൽ കൂടെ കയറിയപ്പോൾ തന്നെ ഇന്ത്യ കണ്ടു കേട്ടോ. പക്ഷെ നമ്മൾ വിചാരിച്ചു തിരിച്ചു വരുന്ന വഴിക്ക് ഇന്ത്യ കയറാമെന്ന്. ബാക്കി കൺട്രീസൊക്കെ കയറി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇന്ത്യ കയറാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഓരോ കൺട്രിയിലേക്ക് കയറാനായിട്ട് വേറെ ടിക്കറ്റൊന്നും ഇല്ല കേട്ടോ. അത് ഫ്രീ ആണ്. ജസ്റ്റ് റൈഡുകൾക്കും അങ്ങനെയുള്ളതിനൊക്കെയാണ് ടിക്കറ്റ് ഉള്ളത്. പിന്നെ ഇങ്ങനെ ഓരോ കൺട്രീസിലും
ഓരോ സ്റ്റേജുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വീക്കെൻഡൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും പരിപാടികളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ പോയത് വീക്ക് ഡേ ആയിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഫംഗ്ഷനോ പരിപാടികളോ ഒന്നും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ എന്ത് വെച്ച് കമ്പയർ ചെയ്യുക, ഇത് ഏകദേശം നമ്മളുടെ നാട്ടിലൊക്കെ എക്സിബിഷനൊക്കെ ഉണ്ടായിരിക്കില്ലേ, അതിൻ്റെ ഒരു പ്രീമിയം വെർഷൻ എന്നൊക്കെ പറയാം. നമ്മളിപ്പോൾ കയറിയ കൺട്രിയാണ് KSA, അതായത് സൗദി അറേബ്യ. ഇവിടെ ഇപ്പം ഇങ്ങനെ കൺട്രീസിൻ്റെ സ്റ്റോളുകൾ മാത്രമല്ല കേട്ടോ, ഗെയിംസും റൈഡ്സും അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. ആദ്യത്തെ കൺട്രിയാണ് ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത്, ആദ്യത്തെ കൺട്രിയുടെ ഉള്ളിലേക്കാണ്. സോ ഇനി നമ്മൾ ആ റൈഡ്സിൻ്റെയും ഗെയിമിംഗ് സെക്ഷൻ്റെ ഒക്കെ ഭാഗത്തോട്ട് പോകാതിരിക്കണുള്ളൂ. അപ്പോൾ ഇവിടെ റൈഡ്സും ഗെയിംസും അങ്ങനെയൊക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു കാർഡ് എടുക്കണം. ആ കാർഡിൽ എന്നിട്ട് പോയിന്റ് കയറ്റാണ് ചെയ്യുക. സോ അത് നമുക്ക് ഫ്രീ അല്ല. നമ്മൾ കാർഡിൽ പോയിന്റ് കയറ്റി നമ്മൾ ഗെയിം കളിക്കാം, അതുപോലെ റൈഡ്സിൽ കയറാം. അങ്ങനെ ഈ പോണതാണ് ആ ടർക്കിഷ് ടീ, ഫേമസ് ടർക്കിഷ് ടീയില്ലേ, അതന്നെ. നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്നത് ഈജിപ്ത് എന്ന് പറഞ്ഞ കൺട്രിയുടെ മുന്നിലാണ്. ഇവിടെ എന്തെങ്കിലും പിരമിഡുകളോ മമ്മീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അങ്ങനെ നമ്മളിതേ ഒരു ഫറവോ കണ്ടു. പിന്നെ നമ്മളിത് ബഹ്റൈൻ കണ്ടു, യമൻ കണ്ടു, അങ്ങനെ കുറച്ച് കൺട്രീസ് ഒക്കെ കണ്ടു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ കയറിയില്ല, കാരണം ഏകദേശം സെയിം ഒക്കെ തന്നെയായിരിക്കുമല്ലോ സ്റ്റോളുകളൊക്കെ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കയറിയില്ല. നമ്മുടെ ഫോക്കസ് മെയിനായിട്ട് അമേരിക്ക അങ്ങനെയുള്ള കൺട്രീസിൽ കയറാനായിരുന്നു. സോ പക്ഷെ അത് അപ്പുറത്തെ സൈഡിലാണ്, ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ചുറ്റി അങ്ങോട്ട് എത്തണം. സോ നമ്മൾ ഇതിലൊന്നും നമ്മൾ പെട്ടെന്ന് ഈ കാണുന്ന ബിൽഡിങ്, ഈ സ്ട്രക്ചർ കണ്ടപ്പോൾ താജ്മഹൽ എന്ന് വിചാരിച്ചു കേട്ടോ. ഏതോ മോസ്ക് അങ്ങനെ എന്തോ തോന്നുന്നു. ഇതാണ് ഗ്ലോബൽ വില്ലേജിന്റെ മെയിൻ എൻട്രൻസ്. ഇതിന്റെ പുറത്താണ് നമ്മൾ കാറിൽ വരുമ്പോൾ കണ്ട ആ ലൈറ്റ്സ് ഒക്കെ ഫുൾ, ആ ഒരു വഴിയിൽ ഫുള്ള് ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സോ ഇതാണ് ആ എൻട്രൻസ് കേട്ടോ. അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ നടന്നിറങ്ങി. അങ്ങനെ നമ്മൾ നടന്ന് ദേന ടർക്കിയുടെ മുന്നിലെത്തിട്ടോ. നമ്മളിതേ തൊട്ട് മുന്നേ കണ്ടതാണ് കേട്ടോ ടർക്കിഷ് ഐസ്ക്രീം. നല്ല രസമുണ്ടായിരുന്നു ആ പയ്യൻ നിന്ന് കാണിക്കുന്നത് കാണാൻ. ടർക്കി പിന്നെ ഒന്നും കൂടെ കളർഫുള്ളാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ സ്റ്റോളുകൾ കാണാൻ നല്ല രസമുണ്ട്. അതെ, നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് UAE മുന്നിൽ കുറച്ച് ഒട്ടകത്തിൻ്റെ സ്റ്റാച്യൂസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് കുറച്ച് നാൾ മുന്നേ ഉണ്ട് എൻ്റെ മുടി, ഞങ്ങളൊരു ഒട്ടകത്തിൻ്റെ മുന്നിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ ആ ഒട്ടകം എൻ്റെ മുടി പിടിച്ച് വലിച്ചായിരുന്നു. എനിക്ക് ആ ഇൻസിഡൻ്റാണ് പെട്ടെന്ന്. അത് സത്യം പറഞ്ഞാൽ നാട്ടിൽ വെച്ചുണ്ടായതാണ്. നാട്ടിൽ തൃശ്ശൂർ ഫാം വില്ല എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ, അവിടെ നമ്മൾ പോയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഫ്രണ്ടിൽ തന്നെ ഒരു ക്യാമലിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ആദ്യമായിട്ട് ക്യാമലിനെ കാണുന്നതാണ്. സോ നമ്മളൊരു ഫോട്ടോ എടുക്കാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിന്നപ്പോൾ ആ ക്യാമറ എൻ്റെ മുടി പിടിച്ച് വലിച്ചു. എന്തോ ഭാഗ്യത്തിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. മുടി പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ആ ക്യാമറ മുടി വിട്ടു, എങ്ങനെയോ മുടി വിട്ടു, അല്ലെങ്കിൽ എൻ്റെ തല ഒരു പരിവായനെ. പക്ഷെ അന്ന് വൈകിട്ട് നല്ല തലവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഈ കാണുന്നത് എന്തോ കാർ ഷോ എന്തോ ആണ്. അതിൻ്റെ ഉള്ളിൽ ഈ കാറിൻ്റെ റേസിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്നില്ല, വീക്കെൻഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. വീക്കെൻഡ്സ് ഒക്കെ ആണെങ്കിൽ ഉണ്ടാവും അങ്ങനെ റേസിംഗ് ഒക്കെ. അവിടെ കുറെ ചെയേഴ്സ് ഒക്കെ കാണും, ഒരു സ്റ്റേഡിയം ഒക്കെ പോലെ. ഈ ഏരിയ എത്തിയപ്പോൾ അവർ രണ്ടാളും നല്ല സ്ലോ ആക്കിട്ടോ. ബാക്കി ഏരിയസിലൊക്കെ നല്ല ഓട്ടോ ആയിരുന്നു. ഈ ടീ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. കുറെ ആയി ഞങ്ങളിപ്പോൾ കാണുന്നു. ഈ ഏരിയ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഗ്ലോബും പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒന്ന് കയറിയാലോ എന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ ടിക്കറ്റ് എൻട്രി ഫീ എത്രയാന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഒരു ഏരിയ കാണാനായിട്ട് 35ഉം
പിന്നെ ഫുൾ ഏരിയ വേറെ ഒരു ഏരിയയും കൂടെ വരുമ്പം 75-80 അടുത്ത് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അത് കാണാൻ കയറിയില്ല. നല്ല എക്സ്പെൻസീവ് ആണെന്ന് തോന്നി, അതുകൊണ്ട് കയറിയില്ല. നെക്സ്റ്റ് വി ആർ എൻറ്ററിങ് ടു തായ്ലൻഡ്. തായ്ലൻഡിൽ അത്യാവശ്യം കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ എന്തായാലും തെറ്റിച്ചില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടത് മറ്റേ മാംഗോ സ്റ്റിക്കി റൈസ് ഒക്കെ ആയിരുന്നു. ട്രൈ ചെയ്തൊന്നുമില്ല, പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. സ്റ്റോളിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞാൻ തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അത് മാംഗോ ഫിയസ്റ്റ, അതാണ് ഇതിൻ്റെ പേര്. ഫിയസ്റ്റ എന്നാണോ ഫീസ്റ്റ എന്നാണോ, എന്താണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, സംഭവം എന്തായാലും മനസ്സിലായില്ല. അങ്ങനെ നമ്മളത് തായ്ലൻഡിൽ നിന്ന് ഇറങ്ങി. തായ്ലൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ അമേരിക്കാസും ജപ്പാനൊക്കെ കണ്ടു. അവിടെ കയറണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. സോ നമ്മൾ വേഗം ഇവിടുന്ന് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്കാണ് ചുറോസ് കണ്ടത്. നമ്മുടെ തനി മലയാളി കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചുറോസ് ആദ്യമായിട്ട് കാണുന്നത്. സോ എനിക്കത് ട്രൈ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നമ്മളത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ചുറോസ് വിത്ത് 2 ഡിപ്സ് ആണ് ഓർഡർ ചെയ്തത്. 35 ദിറംസ് ആയിരുന്നു. 2 ടോപ്പിങ്സ്, ഇതിൽ 2 ടോപ്പിങ്സ് വരുന്നുണ്ട്. പിസ്താഷ്യോ അതും പിന്നെ ന്യൂട്ടല്ലയാണ് വന്നേക്കുന്നത്. ഞാൻ തനിമലയാളിയുടെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അത് കണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനൊരു ഡിഷിൻ്റെ കാര്യം തന്നെ അറിയാം. സോ അതിൽ ഞാനിങ്ങനെ ചോക്ലേറ്റിൻ്റെ സോസാണ് കണ്ടിട്ടുള്ളൂ. പിസ്താഷ്യോ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. രണ്ടും ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. പിസ്താഷ്യോ അവർ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ചുറോസ് കഴിച്ചത് കണ്ടില്ലേ? ടേസ്റ്റ് ഒട്ടും ടേസ്റ്റില്ലേ? ഒട്ടും ടേസ്റ്റില്ലേ? ഇതിന്റെ ഒരു ടോപ്പിക് എനിക്കിത് കുറച്ച് ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് കഴിക്കാതിരിക്കണമെന്നില്ല കേട്ടോ. ഇവർക്ക് രണ്ടാൾക്കും ഇഷ്ടമായില്ല അത്ര. ഇവർക്ക് ഇഷ്ടമായില്ല, എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഇഷ്ടമായി, പക്ഷെ വലിയ സംഭവം ഒന്നല്ല. ഇഷ്ടമായി. അത് ഏത് സോസാണ് നമ്മൾ കൂട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും ടേസ്റ്റ്. ന്യൂട്ടല്ലയാണ് ഇതിനോട് മാച്ചായി പോകുന്നുള്ളൂ, അതായത് ചോക്ലേറ്റ് സോസ്, ന്യൂട്ടല്ല സോസ്. പിസ്താഷ്യോ വലിയ ടേസ്റ്റ് ഇല്ല. കാരണം ഏത് സോസ് കൂട്ടി കഴിക്കുകയാണെങ്കിലും ആ സോസിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ന്യൂട്ടല്ലയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എല്ലാവർക്കും ഏകദേശം, അവനും ന്യൂട്ടല്ലയാണ് ഇഷ്ടം. അപ്പോൾ അവനും പറഞ്ഞു ന്യൂട്ടല്ലയുടെ കൂടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ ഉണ്ടാക്കിയ ചുറോസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അതിനിപ്പോൾ പ്രത്യേകിച്ചൊരു വികാരം ഒന്നും തോന്നിയില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മളിത് ഈ ഗെയിമിംഗ് സെക്ഷൻ്റെ അവിടെ എത്തി. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പേ ചെയ്തിട്ട് എത്രയാ 3 ബോളിന് ബാസ്കറ്റ് ബോൾ പോലെ 3 ബോളിന് 35 ദിറംസ് ആയിരുന്നു, 1 ബോളിന് 15 ദിറംസ്. അപ്പോൾ നമ്മൾ 3 ബോൾ എടുത്തു. എന്നിട്ട് ആ ബാസ്ക്കറ്റിലൂടെ ഏതെങ്കിലും ഒരു ബോൾ വീഴണം. അങ്ങനെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കാണുന്ന ബനാനയുടെ ഷേപ്പിലുള്ള ആ ഗിഫ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കാർഡ് എടുക്കണം. കാർഡ് എടുക്കുമ്പോൾ കാർഡിന് 10 ദിറംസ് കൊടുക്കണം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാർഡ് എടുത്തു. നമ്മൾ 3 ബോളാണ് കേട്ടോ എടുത്തത്. ഓ അത് 3 തവണ, മൂന്നാമത്തെ തവണ ജസ്റ്റ് മിസ്സിനാട്ടോ എൻ്റെ പോയത്. സോ നമ്മൾ ഒരു തവണയും കൂടെ ജസ്റ്റ് ഫ്രീ ആയിട്ടൊന്ന് കളിക്കാൻ ചോദിച്ചു. ഗിഫ്റ്റ് ഒന്നും വേണ്ട, കിട്ടിയാലും ഗിഫ്റ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മൂന്നാമത്തെ തവണ നല്ല അസലായിട്ട് പാളിപ്പോയി. പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ട് ഹരം കയറും കേട്ടോ നമുക്ക്. അതാണ് തോന്നുന്നുണ്ട് ഈ ഗെയിമിൻ്റെ ഒരു ട്രിഗറിങ് പോയിന്റ്. അങ്ങനെയായിരിക്കുമല്ലോ അവർ കാശ് ഉണ്ടാക്കുന്നത്. ഇനിയും നമ്മൾ കാശ് കയറ്റിയിട്ട് കളിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേണ്ടെന്ന് വെച്ചാൽ എന്തിനാ വെറുതെ കാശ് കളയുന്നത്.
നമുക്ക് പക്ഷെ ഒരു അബദ്ധം പറ്റി. അബദ്ധം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ജപ്പാൻ്റെ അവിടേക്ക് എത്തിയപ്പോഴത്തേനും 12 മണിയായി. 12 മണി കറക്റ്റ് ആയപ്പോഴേക്കും അവരതേ ഇവിടെ സ്റ്റോളുകളൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് നമുക്ക് ജപ്പാനൊന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. എന്താ ചെയ്യുക, ജപ്പാൻ മാത്രമല്ല അമേരിക്കയും അങ്ങനെ എല്ലാത്തിൻ്റെയും സ്റ്റോളുകൾ എല്ലാം അവർ ക്ലോസ് ചെയ്ത് തുടങ്ങി. കറക്റ്റ് 12 മണിയായപ്പോൾ. ഇതിപ്പോൾ വീക്കെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മണി വരെ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോളൊക്കെ അടയ്ക്കുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കഴിവതും നേരത്തെ തന്നെ വരിക. എന്നാലേ നമുക്ക് ഈ എല്ലാ സ്റ്റോളുകളും കണ്ടു തീർത്ത് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റോളുകളൊക്കെ അടയ്ക്കും. നമ്മളെപ്പോലെ നിരാശരായിട്ട് മടങ്ങേണ്ടി വരും. അമേരിക്കയും ജപ്പാനും കാണാൻ പറ്റാത്തതിൽ എന്തായാലും നല്ല വിഷമമുണ്ട്. അവിടെ ജിറാഫുണ്ട് ഗൈസ്, ജിറാഫ്. അങ്ങനെ നമ്മളിത് നടന്ന് ഈ ഏരിയയിലെത്തി. ഇതെന്തോ തായ്ലൻഡ് ചൈനീസ് കൈൻഡ് ഓഫ് എന്തോ ആണ്. ഇവിടെ എന്തോ ഒരു ഡ്രാഗണിൻ്റെ ഷേപ്പിൽ ലൈറ്റൊക്കെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കാണുന്നത് വെള്ളമായിരുന്നു കേട്ടോ. സോ ഇവിടെയും കുറച്ച് ഷോപ്സൊക്കെ ഇങ്ങനെ തുറന്നിട്ടുണ്ട്. ഫുഡ് സ്റ്റോളുകളാണ് മെയിനായിട്ട്. ഫുഡ് സ്റ്റോളുകൾ തന്നെയാണ്. ബാക്കി ഷോപ്സൊക്കെ അടച്ചു വെച്ചേക്കുക. അതിലൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. തുറന്ന് വെച്ചേക്കണ സ്റ്റോളുകൾ മൊത്തം ഫുഡ് സ്റ്റോളുകളാണ്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രാഗണിൻ്റെ ലൈറ്റ്, ഡ്രാഗണിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മേലെ ലൈറ്റ് കൊടുത്തേക്കാം. മേ ബി വല്ല ലൈറ്റ് ഷോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവണം, അറിയില്ല. ഞങ്ങൾ കണ്ടില്ല. ഞങ്ങളിത് എപ്പോഴാണ് ഇവിടെ വന്നത്. ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടും സ്റ്റോളുകളൊക്കെ അടച്ചുകൊണ്ടും ഞങ്ങളിത് ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ നോക്കുകയാണ്. മെയിൻ ഗേറ്റ് കൂടെ ഇറങ്ങാമെന്നാണ് വിചാരിക്കണേ. സോ മെയിൻ ഗേറ്റ് തപ്പി പോവാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ നമ്മളിത് ഗ്ലോബൽ വില്ലേജിൻ്റെ മെയിൻ എൻട്രൻസിലെത്തി. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെ ഫ്രണ്ടിൽ കുറേ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ കാറിൽ വന്നപ്പോൾ കണ്ട ആ മെയിൻ എൻട്രൻസ്. എവിടെ ഇരിക്കണം ഞാനിത് റാഗി കഴിക്കണോ. അമിതയുടെ ഫോട്ടോ എടുക്കണോ. നമ്മളിത് തിരിച്ചു പോവുകയാണ്. ഗ്ലോബൽ വില്ലേജ് എങ്ങനെ ഉണ്ടായിരുന്നു പറ. ഞാൻ കേട്ടില്ല, എന്നിട്ട് പറ. എങ്ങനെ ഉണ്ടായിരുന്നടാ പറ എന്തേലും. രണ്ടാൾക്കും ഭയങ്കര ചാടാ. അയ്യോ അമിത്തെ ഗ്ലോബൽ വില്ലേജ് എങ്ങനെയുണ്ടായിരുന്നു? പക്ഷെ നമ്മള് ഫുഡ് കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മളിത് മെയിൻ ഗേറ്റിൽ കൂടെ ഇറങ്ങി. ഇനി നമുക്ക് കുറച്ചധികം ദൂരം നടക്കാറുണ്ട്. നമ്മൾ കയറിയത് വേറൊരു ഗേറ്റിൽ കൂടെ ആയിരുന്നു. അത് നമ്മൾ കാറ് പാർക്ക് ചെയ്തതിൻ്റെ ഏകദേശം അതും അടുത്തെന്ന് പറയാൻ പറ്റില്ല. അവിടെ നിന്ന് നമ്മൾ കുറച്ച് നടന്നല്ലോ. ഫസ്റ്റത്തെ ഒരു എൻട്രൻസ് അടച്ചിട്ടേക്കായിരുന്നു. പിന്നെ രണ്ടാമത്തേലാണ് നമ്മൾ കയറിയത്. ഇനിയിപ്പോൾ ഇത് അതിനും ദൂരെയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ നടന്നിട്ട് അവിടെ വരെ എത്തണം. അങ്ങനെ നമ്മളിത് പാർക്കിങ്ങിന്റെ അവിടെ എത്തി. ഇവിടെ ഒരാള് പോലുമില്ല, ആരുമില്ല ഇവിടെ. നമ്മളാണ് ഏറ്റവും ലാസ്റ്റ്. അവര് കാരണം കേട്ടോ. അങ്ങനെ നമ്മളിത് കാറൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് കുറച്ച് ചുറ്റലുണ്ട് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറാൻ. പാർക്കിങ്ങിലേക്ക് വരുമ്പോൾ തന്നെ അത്യാവശ്യം ചുറ്റലുണ്ടായി. ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത്, നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കണം എവിടെന്നെങ്കിലും വഴിയിൽ നിന്നോ അതോ നമ്മൾ വീടിൻ്റെ അവിടെ എത്തി അവിടെ നിന്നോ എങ്ങാനും ഫുഡ് കഴിക്കണം എന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കണം. ഡാനിക്ക് ഓൾറെഡി ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കയ്യിൽ പിടിച്ചായിരുന്നു. സോ അവന് ഫുഡൊക്കെ കൊടുത്തു. അവൻ്റെ ഇപ്പോൾ കിടന്നുറങ്ങി. ഇനിയിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിലാണ് വന്ന് നിൽക്കുന്നത്. അവിടെ നിന്ന് ഷവർമ്മ വാങ്ങി ഞങ്ങൾ പാർസൽ വാങ്ങി ഈ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 2:30 ആയി. പുലർച്ചെ 2:30 ആയി. ഇനിയിപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്, നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. നാളെ എഡ്വിന് വർക്കുണ്ട്, അമിത്തിന് നാളെ ഉണ്ട് വർക്കുണ്ട്. സോ അവനെന്തായാലും ഇന്നിനിപ്പോൾ പോകണില്ല, ഇത്ര നേരമായില്ലേ. ഇനിയിപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഡാനി എണീറ്റു കേട്ടോ.
ഇനിയിപ്പോൾ റൂമിൽ പോയിട്ട് അവനെ ഉറക്കണം, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞ് ഞങ്ങളും കിടന്നുറങ്ങും. സോ അതൊക്കെയാണ് നമ്മുടെ ഗ്ലോബൽ വില്ലേജിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.